എൻ്റെ പേര് M.A. കൃഷ്ണൻ. കേസരി വീക്ക്ലിയുടെ പത്രാധിപർ എന്ന ചുമതല മാത്രമാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്തുള്ളത്. എൻ്റെ താമസം കോഴിക്കോടുമായിരുന്നു. അവിടെ കേസരിയോടനുബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തരാവസ്ഥ എന്ന പ്രഖ്യാപനം ഉണ്ടായത്. കേസരി എന്ന വാരിക അന്നത്തെ കേരളത്തിലെയും അഖില ഭാരതീയമായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളെ നമ്മളുടെ ആളുകൾ കാണുന്ന ദൃഷ്ടിയോടുകൂടി പരമാവധി പൊതുജനമധ്യത്തിൽ അവതരിപ്പിക്കുക എന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്നു. ജയപ്രകാശ് നാരായൺ ബീഹാർ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു വലിയ പരിവർത്തനത്തിന് വേണ്ടി ഉള്ള പരിശ്രമം നടക്കുമ്പോൾ നാനാജി ദേശ്മുഖും വിദ്യാർത്ഥി പരിഷത്ത് നേതാക്കന്മാരും മറ്റും ചേർന്നുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതായ സംരംഭത്തെ പരമാവധി പൊതുജന മധ്യത്തിൽ അവതരിപ്പിക്കുക എന്ന കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്നുമാണ് എനിക്ക് തോന്നുന്നത്. അടിയന്തരാവസ്ഥ വന്നത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. ഇന്ദിരാഗാന്ധി പോലും പ്രതീക്ഷിച്ചതാണോ എന്ന് പറയാനൊക്കില്ല. ഇന്ദിരാഗാന്ധി ഇത്ര വലിയ ഒരു ഏകാധിപതിയായി മാറുമോ എന്ന് പോലും ഭാരതീയ സമൂഹത്തിന് വിചാരം ഉണ്ടായില്ല. ആ സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ വരുമെന്നും പ്രതീക്ഷിച്ചില്ല. മറ്റൊന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഈ അഖില ഭാരതീയമായി രൂപം കൊണ്ടുവരുന്ന ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമര നേതൃത്വത്തിൻ്റെ ഏറ്റവും ശക്തനും വിപ്ലവകാരിയുമായ ഒരു നേതാവ് ഗാന്ധിജിയോ നെഹ്റുവോ ഒക്കെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അപ്പുറത്താണ് ദീനദയാൽ ജയപ്രകാശ് നാരായണൻ്റെയും റാം മനോഹർ ലോഹിയെയും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്നും കോൺഗ്രസ് സർക്കാരിൻ്റെ പേടി സ്വപ്നമായിരിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ശക്തമായ പിൻബലം, അതിൻ്റെ അർത്ഥം നാനാജി ദേശ്മുഖിനെ പോലുള്ളവർ, വിദ്യാർത്ഥി പരിഷത്ത് എന്ന സംഘടനയുടെ പേരിൽ യുവപ്രസ്ഥാനങ്ങളുടെ കേന്ദ്രീകരണം, ഇതൊക്കെ വളരെയേറെ ഭയം വളർത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയിൽ. അപ്പോൾ ഇന്ന് അപ്രസക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് ഡൽഹി കേന്ദ്രമായി പല കാര്യങ്ങളും നടക്കുന്നു എങ്കിൽ അസഹിഷ്ണുതയുടെ പേരിൽ സമരങ്ങളും ഒക്കെ നടക്കുന്നു എങ്കിൽ തന്നെ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ റഷ്യയുടെ തണലിൽ രൂപം കൊണ്ട സുശക്തമായ ഭരണ സംവിധാനത്തെ എതിർക്കാൻ ആരും ഉണ്ടാവില്ല എന്ന ഒരു ധാരണയ്ക്ക് മറുമരുന്നായിരുന്നു ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതായ പരിവർത്തനാത്മകമായ മൂവ്മെൻറ്റ്. ആ മൂവ്മെൻറ്റിനെ ശരിയും ആയിട്ടും മണത്തറിയുവാൻ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിന് മനസ്സിലായി. ആ മനസ്സിലാക്കലാണ് ഒരടിയന്തരാവസ്ഥ പ്രഖ്യാപനവും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘം ആയതുകൊണ്ട് അതിനെ തകർക്കുക എന്നതും അവരുടെ പരമലക്ഷ്യമായിരുന്നു. ഇന്ന് അത് അധികം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്.
മോഡി സർക്കാരിനെതിരായിട്ടുള്ള മൂവ്മെൻറ്റൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ്. അപ്പോൾ ഈ ഏതാണ്ട് ആ കാലവും ഈ കാലവും ഏതാണ്ടൊക്കെ നമുക്ക് പലപ്പോഴും കമ്പയർ ചെയ്യേണ്ടി വന്നു പോകുന്നു. ആ സാഹചര്യത്തിലാണ് അതിശക്തമായ രീതിയിൽ ഈ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിലൊക്കെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും, എല്ലാവരും യുദ്ധസന്നാഹങ്ങളോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു സങ്കല്പത്തിൽ ഒരു അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിക്കേണ്ട അതൊരു നിസ്സാരമായിട്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഭരണഘടനയിൽ അതിനൊരു വകുപ്പും ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇതൊന്നുമല്ല, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ഉപയോഗപ്പെടുത്തി പ്രധാനമന്ത്രി സ്ഥാനത്ത് കസേരയിൽ കയറിയിരുന്ന് ആ കസേര ഒരിക്കലും ആർക്കും ഒഴിഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് അത് ഉറപ്പിക്കാൻ ചെയ്ത പരിശ്രമമാണ്. ആ പരിശ്രമത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം പിൻബലത്തോടു കൂടിയുള്ള ജയപ്രകാശ് നാരായൺജിയുടെ മൂവ്മെൻറ്റിനെ തകർക്കുക എന്നതായിരുന്നു. അപ്പോൾ അത് അടിസ്ഥാനപരമായ സംഗതിയാണ്. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പോൾ ആ വരവിൽ കേരളത്തിൽ വലിയതായിട്ടൊന്നും വിദ്യാർത്ഥി പരിഷത്തൊക്കെ ഉണ്ട് എങ്കിൽ തന്നെ വലിയ ഒച്ചപ്പാടായിട്ടൊന്നും പറയാനുണ്ടാവില്ല. ഇവർക്കെല്ലാം എല്ലാം വക്താവായിട്ട് വന്നുകൊണ്ടിരുന്നതും കേസരിയാണ്. അപ്പോൾ കേസരിയും വരരുത് എന്നവർക്ക് നിശ്ചയമുണ്ടായിരുന്നു. കേസരിയും വന്ന് അടച്ചുപൂട്ടി പോലീസിനെ നിർത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഞങ്ങളെല്ലാവരും ഒളിവിലും പോയി. ഞാൻ ഒളിവിൽ പോയി. അന്ന് സഹപത്രാധിപരായിരുന്ന കെ സുകുമാരൻ, അദ്ദേഹം അവിടെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അദ്ദേഹത്തെ തേടി പിടിക്കാനൊന്നും പോലീസ് പോയില്ല. എങ്കിലും ഞാൻ ഒടുവിൽ പോയത് ഓടുകൂടി കേസരി പൂട്ടിയതുപോലെ അവർ ധരിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ കേസരി അങ്ങനെ പൂട്ടിയിടുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുകയും എൻ്റെ പ്രവർത്തനത്തെ പറ്റിയിട്ട് അങ്ങനെ കയറി അധികം പറയാതെ തന്നെ സംഘം നിരോധനം വരികയും അടിയന്തരാവസ്ഥ സുശക്തമാക്കുകയും കിട്ടാവുന്നവരെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ജയിലിലടയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ പ്രക്രിയയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരെ, പ്രത്യേക പ്രചാരകന്മാരെ ഒരാളെപ്പോലും വെറുതെ വിടില്ലെന്നറിയാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തകർ ആരും തന്നെ പിടിയിൽപ്പെടരുതെന്ന് വേണ്ടത്ര നിർദ്ദേശം ലഭിച്ചിരുന്നത് കൊണ്ട് അതുകൊണ്ട് മുതിർന്ന പ്രചാരകന്മാർ എല്ലാവരും തന്നെ ഒളിവിൽ പോവുകയും ചെയ്തു. ആ ഒളിവിൽ പോക്കിൽ ഓരോരുത്തരുടെയും സ്വഭാവവും കഴിവുകേടും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവരവർക്ക് ചുമതലയും ചെയ്യേണ്ട കാര്യങ്ങൾ നിശ്ചയിച്ചത്. ഒരു വിപ്ലവകാരിയൊന്നുമല്ല, അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കാൻ പറ്റാത്ത ഒരാളാണ് എം.എ. കൃഷ്ണനെന്ന് സംഘത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏതാണ്ട് എൻ്റെ മൂവ്മെൻറ്റിൽ ഹരിയേട്ടനാണ് കൂടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഹരിയേട്ടൻ്റെ കൂടെയായിരുന്നു ഞാൻ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും ആണ് ഒരുക്കിയിരുന്നത്. ഒളിവിലെ താമസങ്ങളും ഒക്കെ അങ്ങനെയുള്ള കേന്ദ്രങ്ങളായിരുന്നു. ഒരിക്കലും പിടിക്കപ്പെടരുത് എന്നും തന്നെയല്ല നിർബാധം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്നും ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായി എൻ്റെ പ്രവർത്തനം കേസരിയിലായിരുന്നു. ബുദ്ധിപരമായ അന്നത്തെ ചിന്താഗതിയോട് ഒപ്പം പോകുന്ന കാര്യങ്ങളായിരുന്നു. ഈ 75 എന്ന് പറയുമ്പോൾ 64 മുതൽ ഞാൻ പത്രപ്രവർത്തനം പഠിക്കുകയും കേസരി ഏത് വഴിക്ക് പോകണമെന്നുള്ള കാര്യത്തിൽ വളരെ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്തതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താ എഴുതേണ്ടതെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കപ്പോൾ യാതൊരു സംശയത്തിനും വഴിയില്ല. അതുകൊണ്ട്
എൻ്റെ ഒളിവിലെ താമസം ഏതെങ്കിലും രീതിയിൽ ഒരു സമരാസൂത്രണത്തിൻ്റെ ഭാഗമായിരുന്നില്ല, വേറൊരു വിധത്തിലുള്ള സമരാസൂത്രണമായിരുന്നു. അന്നത്തെ സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ അതുപോലുള്ള ആളുകൾ കാണാനും അവരുമായിട്ട് ബന്ധം പുലർത്താനും അവരുടെ മാനസികാവസ്ഥ കണ്ട് പഠിക്കാനും മാത്രമല്ല, അഖില ഭാരതീയമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അറിയാനുള്ള അവസരവും എനിക്ക് കിട്ടിയിരുന്നു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി ഒളിവിൽ അന്ന് പ്രചരിച്ചിരുന്ന ചില രഹസ്യ പത്രങ്ങൾ ആസൂത്രണം ചെയ്തതും അത് പ്രചരിപ്പിക്കാനുള്ളതായ മെറ്റീരിയൽ തയ്യാറാക്കി കൊടുത്തതുമൊക്കെ ഞാനും ഹരിയേട്ടനുമൊക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കുരുക്ഷേത്ര എന്നും സുദർശനമെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള പബ്ലിക്കേഷൻസ് വന്നതും അതിൻ്റെ പേര് നിശ്ചയിച്ചതും തയ്യാറാക്കിയതിലുമൊക്കെ എനിക്കും ഹരിയേട്ടനും നല്ല പങ്കാണുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, പൊതുജനങ്ങളുടെ ഇടയിൽ ആദർശ പ്രചരണത്തിന് പോകുന്നവരുടെ ഇടയിലേക്ക് ഉള്ള യാത്ര, സമ്പർക്കം, ഇതൊക്കെയാണ് എനിക്ക് നിയോഗിക്കപ്പെട്ടത്. ഞാൻ ആദ്യവസാനം ചെയ്തുകൊണ്ടിരുന്നതും ഒരിക്കൽ പോലും പിടിക്കപ്പെടുകയോ പിടിക്കാൻ ഇട കൊടുക്കുകയോ ചെയ്യാത്ത രംഗമായിരുന്നു എൻ്റേത് എന്നും പ്രത്യേകം പറയാം. ഇടയ്ക്ക് അല്ല, ഇപ്പം ആ ചോദ്യമേ പ്രസക്തമല്ല, അന്നത്തെ ആളുകൾ ഇന്നില്ല എന്നുള്ളതാണ് അതിനകത്തൊരു വളരെ രസകരമായ സംഗതി. അന്നത്തെ ഈ കൊട്ടിഘോഷക്കാരും ഇന്നില്ല. ഉണ്ടായിരുന്നത് അഴീക്കോട് സാറ്, MGS നാരായണന് അഴീക്കോട് പോയി. പിന്നെയും MGS നാരായണൻ എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് ഇന്ന് ഉണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. പിന്നെ അടിയന്തരാവസ്ഥയിൽ ഈ അക്കിത്തിനെ ഞാൻ കണ്ടോ സംസാരിച്ചോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ നല്ല ഓർമ്മയില്ല. അന്ന് നല്ല ബന്ധം പുലർത്തിയിരുന്നത് വീട്ടി ഭട്ടതിരിപ്പാടിനെയാണ്. പ്രത്യേകിച്ച് യുക്തിവാദി, തീവ്ര മാർക്സിസ്റ്റ്, മലബാറിലെ പ്രത്യേകിച്ചും ബ്രാഹ്മണ നമ്പൂതിരി സമൂഹത്തിൻ്റെ, യാഥാസ്ഥിതിക നമ്പൂതിരി സമൂഹത്തിലേക്ക് മാർക്സിസത്തെ വിട്ടുകൊണ്ടിരുന്ന സോഴ്സ് ഈ നമ്പൂതിരിമാരുടെ ഇടയിലെ അനാചാര പ്രക്രിയകൾ എതിർത്തുകൊണ്ട് തുടങ്ങിയതായ ഈ യോഗക്ഷേമമല്ല, ഇപ്പോഴത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കെന്നുള്ള നാടകം എഴുതി അവതരിപ്പിച്ച് നാടകമാക്കി രംഗപ്രവേശനം ചെയ്തതൊക്കെ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ശക്തമായ പ്രവർത്തനമാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്പൂതിരി സമൂഹത്തിലെ അനാചാരങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വന്നാൽ അത് ആക്ഷേപിച്ചുകൊണ്ട് അതിന് പരിഹാരം മാർക്സിസം മാത്രമാണ് എന്ന ഒരു കാഴ്ചപ്പാട് കൊടുത്തുകൊണ്ട് ആ സമ്പന്ന സമൂഹത്തെ, യാഥാസ്ഥിതിക സമൂഹത്തെ കയ്യിലാക്കുക എന്ന ലക്ഷ്യമായിരുന്നു നമ്പൂതിരിപ്പാടുണ്ടായിരുന്നത്, EMSനുണ്ടായിരുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്നത്. ആവശ്യമില്ലാതെ ഒരു കാര്യം കൂടി ഞാൻ പറയുമ്പോൾ, കേരളത്തിലുടനീളം കേരളത്തിൻ്റെ പൈതൃക പാരമ്പര്യം നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ, രാജകുടുംബങ്ങൾ, വലിയ പുരാതന ഇല്ലങ്ങൾ, ഇടപ്രഭുക്കന്മാർ, ഇവരുടെയൊക്കെ കേന്ദ്രമെന്ന് വിചാരിക്കുന്ന പൈതൃക കേന്ദ്രങ്ങളെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ സ്ഥാനമുറപ്പിച്ചത്, ധനം സമ്പാദിച്ചത്. തൃപ്പൂണിത്തറ ഉദാഹരണമാക്കി എടുത്താൽ മതി. ഞങ്ങൾ
അപ്പോൾ അങ്ങനത്തെ ഒരു പോക്കിൽ ഈ മലപ്പുറം ജില്ലയിലെ ഒരു കാലത്തെ വലിയ സമ്പന്ന ജന്മി വിഭാഗങ്ങളിൽപ്പെട്ട നമ്പൂതിരിമാരുടെ ഒരു കോണിൽ നിന്നാണ് EMS നമ്പൂതിരിപ്പാട് വന്നത്. അദ്ദേഹം ആ നമ്പൂതിരിപ്പാടിനെ മാരെയെല്ലാം എനിക്ക് ഒരു മാർക്സിസ്റ്റ് പ്രസിദ്ധീകരണമായ അതിൻ്റെ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല, ശനിദശ പണിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ശനിദശ എന്നൊരു നോവൽ എഴുതിയ ഒരു പിഷാരടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അദ്ദേഹത്തിന് പിന്നീട് അവാർഡൊക്കെ കൊടുത്തു മാർക്സിസ്റ്റ് പബ്ലിക്കേഷന്. അത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നവരെ നടക്കുന്ന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു നോവൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്യന്തം തീക്ഷ്ണമായ വിചാരധാരകളുള്ളതാണ്. അത് മുഴുക്കെ നമ്പൂതിരി സമൂഹത്തിലെ അന്ധമായ അനാചാരങ്ങളിലേക്ക് വിമർശിച്ചുകൊണ്ടുള്ള കഥയാണ്. അപ്പോൾ ഒരു ദിവസം ഒരു 12 മണിക്കൂറിനെ ആസ്പദമാക്കി ഒരു നോവൽ എഴുതാം. ആ നോവല് യുവാക്കളുടെ രക്തം ഇതിന് ചൂട് പിടിപ്പിക്കാൻ സാധിക്കും എന്ന് നമ്പൂതിരിപ്പാടിനന്ന് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു പ്രക്രിയയാണ്. ഇപ്പം ഞാൻ വിഷയം മാറിപ്പോകുന്നുണ്ട് കേട്ടോ. ആ പ്രദേശം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയും വള്ളുവനാടും ആ പ്രദേശങ്ങളിലെ ജന്മിമാരുടെ ഇടയിലേക്ക് മാർക്സിസം കടത്തിവിട്ട് കൊണ്ടുപോയപ്പോൾ നമ്പൂതിരി സമൂഹത്തെ പരിഷ്കരിക്കണമെന്ന് വിചാരിച്ചിരുന്ന വീട്ടി ഭട്ടതിരിപ്പാടിനെയും അക്കിത്തത്തെയും പോലെയുള്ളവരെയും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ കൊണ്ടുപോയി കെട്ടാൻ EMS നമ്പൂതിരിപ്പാട് ചെയ്ത പരിശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി കൊടുക്കാൻ ദൈവാധീനം കൊണ്ട് അടിയന്തരാവസ്ഥയിലെ എൻ്റെ പരിശ്രമങ്ങൾക്ക് സാധിച്ചുവെന്ന് ഇപ്പോഴെനിക്ക് അഭിമാനം പറയാൻ സാധിക്കും. വീട്ടി ഭട്ടതിരിപ്പാട് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ വാസുദേവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഞാൻ അവിടെ പോകുന്നതും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നതും പലപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. കാരണം ഒന്നും ഞാൻ പറയേണ്ട കാര്യമല്ല. അദ്ദേഹത്തെ വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ നമ്മളുമായിട്ടുള്ള ബന്ധം ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു അദ്ദേഹം. ഇത് പറയുമ്പോൾ എൻ്റെ ഒളിവിലെ പ്രവർത്തനങ്ങളിലെ ഒരു പ്രധാന പ്രേരക ശക്തിയായിട്ട് എനിക്ക് സഹായകമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ ഷൊർണൂരിലൊരു KS വേണുഗോപാലുണ്ട്. രാജശേഖരൻ അറിയുമായിരിക്കും. KS വേണുഗോപാൽ എന്ന് പറയാം. സുവേണു എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. 1ാം ക്ലാസ് കനപ്പെട്ട അനവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. കുറ്റിപ്പുറത്തിനടുത്ത് ഒരു സ്ഥലമുണ്ട്, അത് എനിക്ക് പേര് വരുന്നില്ല. എടപ്പാളിൽ നിന്ന് പട്ടാമ്പിക്ക് പോകുന്ന റൂട്ടിൽ ഒരു സ്ഥലത്തായാണ്. അവിടെയാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത്. ഷൊർണൂരാണ് സുവേണുവിൻ്റെ വീട്. പക്ഷേ അവിടെ ജോലിയായിട്ട് താമസിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സുഖമായിട്ട് അവിടെ പോയി ഇയാളുടെ കൂടെ താമസിക്കാൻ സാധിക്കും. സുവേണു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തണലിൽ എനിക്ക് ഒരുപാട് ആളുകളെ പോകാനും കാണാനും പറയാനും ഒക്കെ പരിചയപ്പെട്ടാനും ഒക്കെ സാധിച്ചു. വീട്ടി ഭട്ടതിരിപ്പാട് മാത്രമല്ല, ആ ഭാഗത്ത് പലരെയും പോയി കാണാൻ സാധിച്ചിട്ടുണ്ട്. അതൊന്ന്. പിന്നെ കോഴിക്കോട് എനിക്കുണ്ടായിരുന്ന ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് കോഴിക്കോട് ഒളിവിൽ താമസിക്കാവുന്ന സങ്കേതങ്ങളൊക്കെ ഉണ്ടായി. മാത്രമല്ല കേസരിയുടെ കാര്യമാണ് ചോദിച്ചത്. കേസരി അടച്ചു പൂട്ടിയിട്ട് ഇനി എന്ത് എന്ന്, അല്ലെങ്കിൽ ആര് പോയി ചോദിക്കും, ആര് പോയി എന്ത് ചെയ്യും എന്ന് രാഘവേട്ടനും അങ്ങനെ രംഗപ്രവേശനം ചെയ്യാൻ സാധിക്കുന്നില്ല. സുകുമാരനും ധൈര്യമില്ല. അപ്പോൾ ഞാനും
ഞാനിടയ്ക്കൊക്കെ പോകാറുണ്ട്. വി എം കൊറാത്തെന്ന് പറയുന്ന അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവും മാതൃഭൂമി പത്രാധിപരുമായ അദ്ദേഹത്തിൻ്റെ സുശക്തമായ സഹായമാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് ഞാനിപ്പോൾ അഭിമാനിക്കുന്നത് അതൊക്കെ ഇങ്ങനെയുള്ള ആരുടെയെങ്കിലുമൊക്കെ സഹായം കൊണ്ടാണ്. അപ്പോൾ വി എം കൊറാത്തും ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായ ഗോപാലകൃഷ്ണൻ മാഷും ഗോപാലകൃഷ്ണൻ പ്രൊഫസർ ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ പി കെ സുകുമാരനും കൂടി ഒരുമിച്ച് കൂടിയിരുന്നിട്ട് ഞങ്ങൾ ആലോചിച്ചു, ഇതിങ്ങനെ പോയാൽ പോരാ, ജന്മഭൂമി കേസരി പുറത്ത് കൊണ്ടുവരണം. കാരണം കേസരി നിരോധിച്ചു എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല, പൂട്ടിയിട്ടുണ്ട്, അവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ട്, ഇതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് പോയി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും അത് പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ആലോചിച്ച സമയത്ത് കൊറാസാർ പറഞ്ഞു, കെ പി കേശവനുണ്ട്. കെ പി കേശവൻ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരക്കാരനാണ്, നേതാവാണ്, കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും സമാരാധ്യനാണ്. അന്നത്തെ ഒരു ആദർശ പുരുഷനാണ് അദ്ദേഹം, മഹാനായ വ്യക്തിയാണ്. നമുക്ക് ഇങ്ങനെ കേസരി നിരോധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ കേസരി നിരോധിക്കാത്തോളം കാലം അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കണം എന്ന നിലയ്ക്ക് നമുക്ക് കേശവനെ കാണാൻ പറഞ്ഞ് ഞാനും കൊറാസാറും കൂടി കേശവൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ സംസാരിച്ചു. അല്ല, അത് നിരോധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ അടച്ചുപൂട്ടിയിടേണ്ടത്? ഞാൻ കളക്ടറോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹം സംസാരിച്ചു. ആ സംസാരങ്ങൾ അവിടെയും ഇവിടെയൊക്കെ സംസാരിച്ചു. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പോയിട്ട് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളെ കണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് സുകുമാരനും വേറെ ആരും കൂടെ അദ്ദേഹത്തെ അവിടെ പോയി കണ്ടു. അന്നെല്ലാം ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻസർ ബോർഡാണത്. അവരെ കണ്ട് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് സർക്കാരെല്ലാം വളരെ സംശയത്തോടുകൂടി നോക്കുന്നതാണ്. നിങ്ങൾ ഈ തയ്യാറാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് കൊണ്ട് കാണിക്കൂ, പ്രശ്നമൊന്നും ഇല്ലാത്തതുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാക്ക് കിട്ടിയതോടുകൂടി അടുത്ത ലക്കം തയ്യാറാക്കിയ സുകുമാരൻ. ഇവിടെ ഒന്നും ഞാൻ രംഗത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഒരു പ്രാവശ്യം കാണിച്ചു, 2 ദിവസം തവണ കാണിച്ചു, പിന്നെ കാണിക്കേണ്ടി വന്നില്ല. തുടർന്ന് കേസരി നിർബാധം സുകുമാരൻ പത്രാധിപരായിട്ട് കാര്യങ്ങൾ നടന്നതായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു പോകുന്നപ്പം പണിക്കർ ചോദിച്ച ചോദ്യം കേസരിയുടെ അവസ്ഥയാണ്. അപ്പം കേസരിക്ക് എന്നാൽ ഈ ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ട് ഒരക്ഷരം എഴുതാൻ സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അന്നത്തെ എല്ലാ സാഹചര്യവും നിങ്ങൾക്കെല്ലാം അറിയാവുന്നുള്ളത് കൊണ്ട് സാമാന്യ നിലയ്ക്ക് നല്ല പത്രമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തി അഴീക്കോട് സാറാണെങ്കിലും ശരി, പ്രൊഫസർ ഗുപ്തൻ നായർ സാറുണ്ടായിരുന്ന ആ സമയത്ത്, പിന്നെ ആ പരിസരത്തുള്ള എല്ലാ സാഹിത്യകാരും തിരുവനന്തപുരത്തും ഏതാണ്ട് കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്ത് കിട്ടാവുന്നതും കാണാവുന്നതുമായ ഡോക്ടർ കെ ഭാസ്കരൻ നായർ അന്നത്തെ ഒരു തുടർന്ന വിമർശനാത്മകമായ ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. കുട്ടിക്കൃഷ്ണൻ മാരാർ തുടങ്ങിയ ആളുകളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത് സംസാരിക്കുമ്പോൾ ഒരാൾ പോലും നമുക്കെതിരായിട്ട് സംസാരിച്ച് എനിക്ക് അനുഭവമുണ്ട്. അതായത് പലരും സംസാരിക്കുമ്പോൾ ഇയാളെ പോയി കണ്ടു, ഞാൻ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോഴത്തേക്ക് അവർ കാര്യം മനസ്സിലായി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സുകൊണ്ട് ഇവരെല്ലാവരും അസംതൃപ്തരായിരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആൾ വന്ന സന്തോഷം മാത്രമേ എൻ്റെ അനുഭവത്തിൽ ഇവർക്കെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. കേസരിയിൽ പോയി ശേഷം
ഇറങ്ങുന്ന ഓരോ വാർഷിക പതിപ്പുകളും ഒരുപാട് ഈ നമ്മുടെ ചില ആളുകളെ കൊണ്ട് ലേഖനം എഴുതിച്ചൊരു വാർഷിക പതിപ്പ് ചിലപ്പോൾ ഇപ്പം അങ്ങനെ ഇപ്പോഴൊക്കെ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അല്ലായിരുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന തഴക്കം ചെന്ന കവിതയും കഥയും നോവലും എഴുതുന്ന അംഗീകാരമുള്ള പ്രശസ്ത സാഹിത്യകാരന്മാരെ സമീപിക്കുക എന്നുള്ള സ്വഭാവം എൻ്റേതായിരുന്നു. അതുകൊണ്ട് ഓരോ വർഷം ഇറങ്ങുന്ന വാർഷിക പതിപ്പും കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള സാഹിത്യകാരന്മാരുടെ കോൺട്രിബ്യൂഷൻ അതിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ വേറെ അധികം അഹങ്കാരത്തോടെ പറയല്ല, കേരളത്തിൽ ഞാൻ പോയതിന് ശേഷം ഇറങ്ങിയിട്ടുള്ളതായ ഓരോ വാർഷിക പതിപ്പും കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ കൃതികൾ കൊണ്ട് സമ്പന്നമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ബഹുജന ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് വിചാരിക്കുമ്പോൾ ആ വിഷയം കൂടി അതിന് പ്രത്യേകത കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് നിളയുടെ ഇതിഹാസം എന്ന പേരിലും ഒരു പ്രാവശ്യം പഴശ്ശിരാജയെ പറ്റിയിട്ടും വേറൊരു സമയത്ത് പേരുത്തുമ്പിയെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചോദിച്ചത് ഈ അടിയന്തരാവസ്ഥയോ അല്ലെങ്കിൽ തപസ്യയുടെ പ്രവർത്തനത്തിന് ഇവരുടെ സഹായമോ എന്ന് പറയുന്നത് ഇതൊക്കെ എൻ്റെ മനസ്സിൽ നേരത്തെ വന്നു കഴിഞ്ഞതാണ്. ഈ അടിയന്തരാവസ്ഥ ഇതിനൊക്കെ ഒരു തടസ്സമായിരുന്നു. ഈ ഒന്ന് പരമേശ്വരജി, മാധവജി, ഈ രണ്ട് അധികായന്മാർ, ഇവരുടെ സഹകരണം എനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ചിന്താമണ്ഡലം എനിക്ക് നന്നായിട്ട് അറിയാം. ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇരുന്ന് സംസാരിച്ച് അവരുടെ മനസ്സിൽ വരുന്ന വിഷയങ്ങളെ പറ്റിയിട്ട് തുറന്ന് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അഹങ്കാരം കൊണ്ട് ഞാൻ ചില സമയത്ത് അവരെ വിമർശിച്ചിട്ടുണ്ട്. എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നെ ചീത്ത പറയാറില്ല. എങ്കിലും ചിലപ്പോൾ പരമേശ്വരി പ്രക്ഷുബ്ധനാകാറുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ അവരുമായുള്ള സാന്നിധ്യമാണ് തപസ്യ തുടങ്ങാൻ കാരണം. കേരളത്തിൽ എന്തിനാ കേരളത്തിൽ ഇങ്ങനെ ഒരു മാസിക, ഒരു പത്രം, കേസരി എന്നൊരു പത്രം തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, സംഘത്തിൻ്റെ വളർച്ചയിൽ 51 ആയപ്പോൾ തന്നെ നമ്മുടെ പരമേശ്വരജിയെ പോലുള്ള ആൾക്കാർക്ക്, ശങ്കരശാസ്ത്രിയെ പോലുള്ള ആൾക്കാർക്ക് നമുക്ക് നമ്മുടെ ആശയാവിഷ്കാരത്തിൽ ഒരു പത്രം വേണം എന്ന് തോന്നിക്കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ പല സംസ്ഥാനക്കാരും അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഓർഗനൈസർക്ക് നേരത്തെ തുടങ്ങിയെന്ന് പറയുന്നതിനും ശരി, അന്തസ്സായിട്ട് വേണ്ട രീതിയിൽ വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു വീക്കിലി തുടങ്ങിയത് കേരളത്തിലാണ്. അത് അതിൻ്റെ പടിപടിയായിട്ട് ഉയർന്ന് മുമ്പോട്ട് വന്നിട്ടുള്ളതും കേരളത്തിലാണ്. ഇന്ന് അഭിമാനത്തിലൂടെ പറയാൻ സാധിക്കും, അതിൻ്റെ പ്രചാരം ഏതാണ്ട് ലക്ഷത്തോടടുക്കാൻ പോകുന്നതും കേരളത്തിലെ ഏതൊരു വാരികയെക്കാളിലും പുതിയ തലമുറയ്ക്ക് പ്രചോദനമായ രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നതും ദൈവാധീനം കൊണ്ട് പരമേശ്വരജിയുടെ കൈകൊണ്ട് തുടങ്ങിയതായ വീക്കിലിയുടെ തുടക്കമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് പറയാൻ കാരണം, പരമേശ്വരജിയും മാധവജിയുമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ കേരളത്തിലെ സാഹിത്യകാരന്മാരുടെ ഒരു കൂട്ടായ്മ വേണം. സാഹിത്യപരമായ ചിന്താമണ്ഡലത്തിൽ ഒരു മാറ്റം വരണം. പറയാൻ കാരണം, ഒന്ന് പഴയ ശൈലി, അതിനപ്പുറം നമ്മൾ കൊണ്ടുവന്നതായ ദേശീയ കാഴ്ചപ്പാടിന് യാതൊരു പരിഗണനയും മനസ്സിലാകാത്ത സാഹിത്യകാരന്മാർ. രണ്ടാമത്, വളരെ അപകടകരമായ ഇന്ന് നമ്മുടെ മോഡി സർക്കാരിന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നതായ മാർക്സിയൻ രാജ്യദ്രോഹപരമായിട്ട് ഭാരതത്തെ അടിമപ്പെടുത്താൻ വേണ്ടി റഷ്യ കേന്ദ്രീകൃതമായിട്ട് തുടങ്ങിയതായ
കുമിൻ്റാങ്ങോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ലോക കമ്മ്യൂണിസം എന്ന അവരുടെ സങ്കല്പത്തോട് കൂടിയിട്ട് ലോകത്തെ പിടിച്ചടക്കാനുള്ളതായ ആ പ്രക്രിയയുടെ തുടക്കം 40-ൻ്റെ അവസാനം മുതൽ തുടങ്ങിക്കഴിഞ്ഞതാണ്. എൻ്റെ കഴിഞ്ഞതൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല, രാഷ്ട്രീയക്കാരൻ മനസ്സിലാകുന്നതാണ്. ആ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിരുന്നു, യുവാക്കളെ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു, പുരോഗമന സാഹിത്യ സംഘം രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു. ഇതൊക്കെ മാധവജിയുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. പരമേശ്വരിക്ക് വേഗം മനസ്സിലാകുന്നുണ്ട്. ഇത്രയേറെ സാഹിത്യകാരന്മാരുമായിട്ടുള്ള എൻ്റെ പരിശ്രമം കൊണ്ടും ഇവരുടെ ഒരു കൂട്ടായ്മ ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിന് ഏറ്റവും പറ്റിയ ചില സാഹചര്യങ്ങളുണ്ടായി. അതാണ് അടിയന്തരാവസ്ഥ. അതായത് അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് 1-2 മാസം മുമ്പാണ് കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൻ്റെ ഒരു ക്ലാസ് റൂമെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പരമേശ്വരിയും മാധവജിയും തിക്കൊടിയനും കുയ്യം കൊറാത്തും ശശിധരൻ മാഷും ഒക്കെ കൂടെ പങ്കെടുത്ത സാഹിത്യ സായാഹ്നം തുടങ്ങിയത്. അത് തപസ്യയുടെ സാഹിത്യകാരൻ പ്രസ്ഥാനത്തിൻ്റെ ഒരു ബീജാപാപമായിരുന്നു. അത് തുടങ്ങി 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നു. ആ കൂട്ടായ്മയ്ക്ക് സാധ്യമല്ലാതെ വന്നുവെങ്കിൽ ശരി, ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടില്ല. ആ കൂട്ടായ്മയാണ് പ്രൊഫസർ ഗോപാലകൃഷ്ണൻ മാഷും വി.എം. കൊറാത്തും ഒടുവിൽ എനിക്കും കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇത് നമ്മളുടെ ഇന്നത്തെ സാഹചര്യം മാറിയിട്ടുണ്ട് ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഭാഗം എന്നും കണക്കെടുക്കേണ്ട. ഇന്നത്തേക്കാൾ കൂടുതൽ മാതൃഭൂമിയുമായിട്ട് നമുക്ക് അടുപ്പമുണ്ടായിരുന്നു. മാതൃഭൂമിയിൽ ദേശീയവാദികളായ പത്രാധിപന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ നല്ല സഹകരണങ്ങൾ ലഭിച്ചതുകൊണ്ടും വി.എം. കൊറാത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ ഈ സാഹിത്യ പ്രസ്ഥാനം തുടങ്ങാൻ കാരണമാണ്. എന്നാൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന 18 മാസമാണ് എന്ന് തോന്നുന്നു. ഈ 18 മാസം എനിക്ക് കേസരിയിൽ കുത്തിയിരുന്ന് പണിയെടുക്കാതെ ഇറങ്ങി നടന്ന് ഈ പറയുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരുമായിട്ട് വ്യക്തിബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നേരം ഇരുന്ന് ഡിസ്കഷൻ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് പിന്നീട് തപസ്യയുടെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമായിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് കേരളത്തിലെ സാഹിത്യകാരന്മാർ ചിന്തിക്കുന്നത് എന്ന്, സാഹിത്യകാരന്മാരുടെ കാഴ്ചപ്പാടെന്താണെന്നും സാഹിത്യകാരന്മാർ എവിടെ നിൽക്കുന്നു എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണ സാഹിത്യകാരന്മാർ, പണ്ഡിതന്മാരായ സാഹിത്യകാരന്മാർ, സർഗശേഷിയുള്ള സാഹിത്യകാരന്മാർ, ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇവരെല്ലാവരും നമ്മുടെ കൂടെ വരുന്നതാണ്. ഇവരെ കുട്ടിക്കാലത്ത് തന്നെ വിഷം കൊടുത്ത് കൂടെ കൂട്ടി വളർത്തി നമ്മുടെ സാഹിത്യ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കാവുന്ന പ്രക്രിയ മാർക്സിസ്റ്റ് പാർട്ടി റഷ്യൻ ആസൂത്രിതമായിട്ട് എങ്ങനെ 40ൻ്റെ അവസാനം തുടങ്ങിയോ അത് അതേപടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഭരണം വന്നതും പോയതും അവരുടെ പാർട്ടിയുടെ പൊക്കവും താഴ്ചയും MLA-മാരും മന്ത്രിമാരും ഒന്നും ഇതിന് പ്രശ്നമേ അല്ല. ആ പ്രക്രിയ നിരന്തരം നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നതാണ്. ഇന്ന് മോഡിക്ക് തലവേദനയും അതാണ്. അവർ പത്രപ്രവർത്തന രംഗത്ത്, മാധ്യമരംഗത്ത്, സാഹിത്യരംഗത്ത് ഒക്കെ തന്നെ അതിശക്തമായിട്ട് തന്നെ, ഉദാഹരണം പറഞ്ഞാൽ ONV കുറുപ്പും വയലാർ രാമവർമ്മയും 2 വിദ്യാർത്ഥികൾ, സാഹിത്യവാസനയുള്ള കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒന്നാന്തരം കവികളാവേണ്ട ഉള്ളൂരും വള്ളത്തോളും എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന
തലത്തിലേക്ക് ഉയരാൻ സാധിക്കുന്ന 2 കുട്ടികളെ അവർ കുട്ടിക്കാലത്ത് തന്നെ പിടിച്ച് SFIക്കാരുടെ പുറകെ കൊണ്ട് നടത്തി സാഹിത്യകാരന്മാരാക്കി. എന്നാൽ ജന്മവാസനയാണ് അവരുടെ. ആ ജന്മവാസനയിൽ വന്ന കവിതകളെ എത്രയാണേലും ഈ ജന്മവാസന എന്ന് പറയുമ്പോൾ അതൊരു പാർട്ടിക്കും ഒരു പ്രത്യേക ശാസ്ത്രത്തിനൊന്നും പകർന്നെടുക്കാവുന്നതല്ല. അതുകൊണ്ട് അന്ന് അതിന് ശേഷം വന്ന ചില നാടകങ്ങൾ ഇപ്പോഴും ഈ ആകാശവാണിയിലും അല്ലാതെയൊക്കെ നമുക്ക് ഈ നാടകഗാനങ്ങൾ KPSCയുടെയൊക്കെ നാടകഗാനങ്ങൾ കേൾക്കാൻ ഇപ്പോഴും നമുക്ക് ഇഷ്ടമാണ്. ഏത് RSSകാരനും ഇഷ്ടമാണ്. എന്താ കാരണം വെച്ചാൽ ഇവരൊക്കെ എഴുതിയ കവിത എഴുതുന്നുണ്ട്. ഇവരെഴുതിയ കവിതയാണ് അന്നത്തെ നല്ല സംഗീത വാസനയുള്ള ചെറുപ്പക്കാരെ കയ്യിൽ കൊടുത്ത് അവരെ കൊണ്ടാണ് ഇതൊക്കെ പാടിച്ചിട്ടുള്ളത്. അത് ഇന്നും ജനഹൃദയങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഈ മാർക്സിസം എന്ന് പറയുന്നതായ മാരക വിഷം നമ്മുടെ സമൂഹത്തിൽ കടന്നു കയറിയില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഒരു വലിയ ദേശീയ നവോത്ഥാനത്തിന് ഉപകരിക്കുന്നതായി മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇന്നും ഈ മോഡി സർക്കാരിൻ്റെ ബുദ്ധിജീവികൾക്ക് പോലും മനസ്സിലാകാത്ത വിപത്ത് അതാണ്. മനസ്സിലാകുന്നുണ്ടാകും കേട്ടോ, എന്തായിട്ടെന്ന് എനിക്കറിയില്ല, മനസ്സിലുണ്ടാകും. അപ്പോൾ അതാണ് ഈ തപസ്യയുടെ ഉത്ഭവത്തിനെ പറ്റി ചോദിച്ചപ്പോൾ സാഹചര്യമെല്ലാം ഒത്തു വന്നിരുന്നു. ഇത് സഹായകമായി എന്നേ പറയാനുള്ളൂ.